മകൻ +2 കഴിഞ്ഞു. ഇനി ടെക്നോളജി പഠനം മതി എന്നാണ് പറയുന്നത്. ശരിയാണ്, കാലം മാറി. കുട്ടികൾ ഇപ്പോൾ പ്രാക്ടിക്കലായി ചിന്തിക്കാൻ തുടങ്ങി. സ്മാർട്ട് ഫോൺ ടെക്നോളജി പഠിച്ചാൽ ഉടനെ ജോലി കിട്ടും. അപ്പോൾ ഡിഗ്രി 3 വർഷവും PG 2 വർഷവും പഠിക്കണ്ടേ? അതെ, ഒരു കാര്യം അറിയോ? 3 വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാസം 30,000 രൂപ നാട്ടിൽ കിട്ടും. 5 വർഷം കൊണ്ട് വിദേശത്ത് ലക്ഷങ്ങൾ നേടാം. ഡിഗ്രിയും PGയും കൂടെ എഴുതാമല്ലോ. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് സ്മാർട്ട് ഫോൺ ടെക്നോളജി പഠിക്കാം. സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ തീരുമാനം. ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ഫിഷറീസ് വകുപ്പ് മത്സ്യത്തൊഴിലാളികൾക്കായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കേരള സർക്കാർ ഫിഷറീസ് വകുപ്പ് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായി താനൂരിലെ കോർമൻ ALP സ്കൂളിൽ വെച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ജനതാ ഹോസ്പിറ്റൽ താനൂർ, അൽമനാറ കണ്ണാശുപത്രി തിരൂർ എന്നിവയുടെ സഹകരണത്തോടെയായിരുന്നു ക്യാമ്പ് സംഘടിപ്പിച്ചത്. താനൂർ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അലി അക്ബർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ താനൂർ നഗരസഭാ ചെയർമാൻ PP ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ഫിഷറീസ് വകുപ്പ് തീരോന്നതി എന്ന പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞ കുറേ വർഷങ്ങളായി നിരന്തരം മെഡിക്കൽ ക്യാമ്പുകൾ നടത്തുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികളായ മുഴുവൻ വിഭാഗങ്ങൾക്കും ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കുക എന്നുള്ളതാണ് ഈ പദ്ധതി കൊണ്ട് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്.